ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു ദിവസം നൽകിയിരിക്കുകയാണ്. നമ്മൾ ആണ്ടവരുടെ ഈ ദിവസത്തിൽ ആണ്ടവരുടെ വചനത്തിൽ നിന്ന് നമുക്ക് വിസാരിക്കാം. ആണ്ടവർ നമ്മളോട് എന്നെയാണ് പേശാൻ നമ്മളോട് വിസാരിക്കുന്നത് നമുക്ക് പാക്കലാം. ആണ്ടവർ നമ്മളോട് പേശുന്ന വചനം നമുക്ക് ഫലം തരുവാൻ തക്കോണം ഇടയാകട്ടെ എന്ന് ഞാൻ ആണ്ടവരോട് ഞാൻ ജപിച്ചു കൊള്ളുന്നു. നമ്മൾ ഇന്ന് എപ്പിസോഡ് 161 നമ്മൾ പോകുന്നത്. എപ്പിസോഡ് 161 അതിൽ സീറ്റൻ എന്ന് ചൊല്ലിയാൽ കൊലിസ്യറിൻ്റെ 10ാം ഭാഗം 10ാമത്തെ ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ കൊലിസ്യ ലേഖനത്തിൽ നിന്നും 1-ാം അധ്യായം 12-ാം വാക്യമാണ് നമ്മൾ വാസിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നത്. കൊലിസ്യ ലേഖനം 1-ന്റെ 12-ാം വാക്യം. 1-ന്റെ 12-ാം വാക്യത്തിൽ എന്നെ ആണ്ടവർ சொல்லுது. അതിന് മുന്നാടി നമുക്ക് കൊഞ്ചം പിന്നാടി പോയിട്ട് നമുക്ക് പാത്തിട്ട് നമുക്ക് 12-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 10-ാം വാക്യത്തിൽ നമ്മൾ എന്നാ വാക്യം? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിനെ യോഗ്യമാവണ്ണം നടന്ന്, അതായത് നിങ്ങളുടെ നടപ്പ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പടി നിങ്ങൾ നടക്കുന്നത് എന്ന് അത് നമുക്ക് ആണ്ടവരുടെ മുന്നിൽ മുഖ്യமான விஷயம் தான். ஆண்டவரோட முன்னில் என்ன முக்கியமான விஷயம் என்று சொல்லியார் ஆண்டவர் சொல்லுது, നീ നടക്കുന്ന നടപ്പ് ആണ്ടവർക്ക് പ്രസാദമായി തീരണം. നിങ്ങൾ നടക്കുന്ന നടപ്പ് ആണ്ടവർക്ക് പ്രസാദമായി തീർന്നെങ്കിൽ மட்டுமே അതുകൊണ്ട് നമുക്ക് ലാഭം கிடைக்கும். അതുകൊണ്ട് ഇங்கே ആണ്ടവർ சொல்லுകയാണ്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി യോഗ്യമാവണ്ണം നടന്ന്, അതായത് നിങ്ങളുടെ നടപ്പ് ആണ്ടവർക്ക് പൂർണ്ണ പ്രസാദമായിരിക്കണം. ജസ്റ്റ് നമ്മൾ നമ്മളെല്ലാം ചെയ്യുന്നു, ആണ്ടവരുടെ ചിത്തമനുസരിച്ചൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക ഞാൻ ചെയ്യുന്ന എല്ലാം ആണ്ടവർക്ക് പ്രസാദമായി എന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷേ അപ്പടിയാണോ? ആണ്ടവർക്കത് പൂർണ്ണ ചിത്തമായിരിക്കുമോ? അത് ആണ്ടവർക്കത് പൂർണ്ണ யோகமானோ? இப்போ பூர்ண சித்தமாயிட்டான் നമ്മൾ சொல்லுது എന്ന് ആണ്ടവർ ഇங்கே കേൾക്കുന്നത്. ഇங்கே அப்போஸ்தலனாகிய പൗലോസ് அதுதான் சொல்லுது, നിങ്ങളുടെ നടപ്പ്, അതായത് നിങ്ങളുടെ നടപ്പ് പ്രധാനമാണ്, മുഖ്യമായ വിഷയമാണ്. അത് നടക്കുന്നത് പൂർണ്ണ എന്നായിരിക്കണം? പൂർണ്ണ പ്രസാദത്തിന്, അതായത് ആണ്ടവരുടെ പ്രസാദം നമുക്ക് கிடைக்குവാൻ തക്കവണ്ണം. അത് ആണ്ടവരുടെ പ്രസാദം എപ്പം கிடைക്കും? നമ്മൾ ആണ്ടവരെ സന്തോഷിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആണ്ടവർക്ക് ചിത്തമായത് നമ്മൾ ചെയ്യുമ്പോൾ, ആണ്ടവർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആണ്ടവർ പൂർണ്ണമായി പാത്ത് അത് ആണ്ടവർക്ക് സന്തോഷം കൊടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തപ്പൊന്നും ചൊല്ലാതെ ആണ്ടവർക്ക് ചിത്തമായ കാര്യങ്ങൾ ചൊല്ലുമ്പോൾ അത് എന്നാ പറ്റും? ആണ്ടവർ പ്രസാദം. അത് നമ്മുടെ നടപ്പ്, അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പഠിച്ചാച്ച് ആണ്ടവർ എല്ലാമേ പാത്തുകൊണ്ടേയിരിക്കുക. ആണ്ടവർ പാത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആണ്ടവർക്ക് തിരിയുമ്പോൾ നിങ്ങളുടെ ഹൃദയം എപ്പോഴിരിക്കുക? ആണ്ടവരോട് നിങ്ങൾ ചേർന്ന് താനിരിക്കേ, അത് അല്ലയോ എന്ന് ആണ്ടവർ പാക്കും. അന്നേരം അതുകൊണ്ട് ഇങ്ങനെ ചൊല്ലുന്നത്, നിങ്ങൾ പൂർണ്ണ പ്രസാദമാകും വണ്ണം നിങ്ങൾ ആണ്ടവർ ചിത്തമായ രീതിയിൽ നടക്കണം എന്ന് ഇങ്ങനെ ചൊല്ലുക. രണ്ടാമത് ആത്മീയ സകല ജ്ഞാനത്തിലും വിവേകത്തിലും. പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യങ്ങൾ ആത്മീയ സകല ജ്ഞാനത്തിൽ, അത് ആത്മാവിൻ്റെ ജ്ഞാനത്തിൽ വേണം നമ്മൾ നടക്കേണ്ടത്. എങ്ങനെ ആത്മാവിൻ്റെ ജ്ഞാനത്തിൽ നടക്കണമെന്ന് ചൊല്ലിയാൽ ആണ്ടവരുടെ വചനം നമ്മൾ പഠിച്ച് ആണ്ടവരുടെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ചൊല്ലുന്ന കാര്യം ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ താനെ എന്നാ ചൊല്ലുന്നത്, നമ്മൾ സകല ആണ്ടവരുടെ ജ്ഞാനത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ വചനം നല്ലപോലെ പഠിക്കേണ്ട ആവശ്യം ഇരിക്കരുത്. നമ്മൾ പഠിക്കാതെ, നമ്മൾ വാസിക്കാതെ നമ്മൾ ചൊല്ലാൻ പാടില്ല. അത് പഠിച്ചിട്ട് രണ്ടാമത്തെ കാര്യം വിവേകത്തിൽ, അതായത് ബുദ്ധിയിലും ജ്ഞാനത്തിലും നമ്മൾ ചെയ്യുന്ന കാരണം എന്ന് വേണം, ബുദ്ധിയിലും ജ്ഞാനത്തിലും വേണം. അതായത് നമുക്ക് ലൗകികമായ ജ്ഞാനമല്ല എങ്കിൽ ചൊല്ലുന്നത്, ആത്മാവിൻ്റെ ജ്ഞാനത്തിൽ, ആത്മാവിൻ്റെ വിവേകം
സ്നേഹത്തിൽ ആത്മാവിൻ്റെ ചിത്തപ്രകാരം നമ്മൾ നടക്കണം. അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അതുമല്ല, അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആണ്ടവരുടെ ചിത്തം എന്നാണ് നമ്മൾ മനസ്സിലാക്കി അതിൽ നമ്മൾ വളരണം. അതായത് നമ്മൾ പാക്കളെ നമ്മൾ നോക്ക് നിങ്ങൾ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട്, അതായത് ജ്ഞാനം നമുക്ക് എപ്പടി കിടക്കും? ആണ്ടോടെ വചനം പഠിക്കുമ്പോൾ, ആഭാസിച്ച് പഠിക്കുമ്പോൾ, അതിൽ നമ്മൾ ഇരുന്ന ആണ്ടവരുടെ വചനത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ആണ്ടവരുടെ വചനത്തിൽ നമ്മൾ പോയിടുമ്പോൾ നമുക്ക് എന്നാ கிடைக்கும்? നമുക്ക് പരിജ്ഞാനം கிடைக்கும். അതുകൊണ്ട് ഇങ്ങനെ ചൊല്ലുകയാണ്, ഇഷ്ടത്തിന് അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം, അതായത് ആണ്ടവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ആണ്ടവർക്ക് ചിത്തത്തിന് നമ്മൾ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു പറയണം. അത് നിറഞ്ഞു പറയേണ്ട ആവശ്യം എനിക്ക് എന്ന സകല പ്രവൃത്തിയിലും. അത് മറ്റുമല്ല, നമ്മൾ നല്ല പ്രവൃത്തി പണി അതിലും, അതായത് സൽപ്രവൃത്തി എന്ന ചൊല്ലിയാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നല്ല പ്രവൃത്തിയിൽ വേണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നല്ല പ്രവൃത്തിയിൽ സകല പ്രവൃത്തിയിലും അതിൽ എന്നാ വേണം? അത് ഫലം കായ്ക്കണം. അതായത് നമ്മൾ മരം നട്ടു, ആ മരത്തിൽ ഫലം വരുന്നില്ലെങ്കിൽ കാര്യമില്ല. അന്നേരം നമ്മൾ ആണ്ടവർ നമ്മളെ വെച്ച നമ്മൾ വിതതാൻ അതിൽ എന്നാ വരണം? ഫലം വരണം. അതായത് ഫലം ആര് സാപ്പിടും? ഫലം സാപ്പിടുന്ന മരം സാപ്പിടത്തില്ല. ആര് സാപ്പിടും? അന്യര. അതായത് ആര് അക്കം പക്കം ഇരിക്കുന്ന അവർ താൻ ഫലം കായ്ക്കും. എന്നിട്ട് നമ്മൾ എന്നാണ് ഫലം? നമ്മൾ ഫലമുണ്ടായിട്ട് നമ്മൾ എന്നാ പറയണം? അത് മറ്റുള്ളവർക്ക് അവർക്ക് സാപ്പിടാൻ മാതിരി അല്ല കാഴ്ച അവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി നമ്മൾ പറയണം. അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്നായിരിക്കണം? ആണ്ടവർക്ക് ചിത്തമായിരിക്കണം. അതുകൊണ്ട് എന്നാ വേണം? ആണ്ടവർക്ക് ഫലം കായ്ക്കണം. നമ്മൾ ആ ഫലം കായ്ക്കുന്ന നമുക്ക് വേണ്ടിയല്ല, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി, നമുക്ക് പ്രയോജനപ്പെടും. അത് കാര്യം താൻ. എന്നാൽ അത് നമ്മൾ ഫലം കായ്ക്കുമ്പോൾ എന്നാ പറ്റും? നമ്മളത് മറ്റുള്ള അക്കം പക്കമുള്ളവർക്ക് എല്ലാവർക്കും എന്നാ പറ്റും? അവർക്ക് സന്തോഷമായിരിക്കും, ரொம்ப സന്തോഷം പകരുന്നതായിരിക്കണം. അതിൽ ഇങ്ങനെ ചൊല്ലുന്നത് നിങ്ങൾ ഫലം കായ്ക്കണം. അതായത് നമ്മൾ നടപ്പ് നമ്മുടെ നോക്കണം. രണ്ടാമത് പരിജ്ഞാനത്തിൽ നമ്മൾ നിറയണം. നമ്മൾ ഇഷ്ടത്തിന് പരിജ്ഞാനത്തിൽ നിറഞ്ഞ് വരണം. സകല പ്രവൃത്തിയിലും ഫലം കായ്ക്കണം. നമുക്ക് ഫലം കായ്ക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അതുമാത്രമല്ല, ഇനി നമ്മൾ കായ്ക്കുന്ന മാത്രമല്ല, ഇനിയും വളർന്നുകൊണ്ടേയിരിക്കണം. അതായത് നിങ്ങൾ ഫലം തന്നിട്ട് അപ്പടിയേ നിങ്ങൾ പോവാതെ അത് എന്നാ ചെയ്യണം? അത് വളരുമ്പോൾ എന്നാ പറ്റും? ഫലം വളരെ ജാസ്തി അല്ലെങ്കിൽ വളരെ അധികം ഫലം നമുക്ക് കിടച്ചിടും. ഞാൻ ഒരു എക്സാമ്പിൾസ്, ഞാൻ ഒരു അത്തിമരം 2 അത്തിമരം ഞങ്ങളുടെ വീട്ടിൽ നട്ട് അത് എന്നെ പറ്റി അതിന് വേണ്ടുന്ന തണ്ണിയെല്ലാം കൊടുത്തപ്പോൾ എന്നെ പറ്റി, അല്ലെങ്കിൽ അതിനെ ഓരമെല്ലാം കൊടുത്തപ്പോൾ അത് വളർന്നു. അതിപ്പോൾ ഒരു കാട് പോലെ പന്തലിച്ച് എന്നും മറ്റുമല്ല, അതിൽ ഫലം ഒരു 1000കണക്കിന് ഫലം അത്തിയിൽ വന്നിരിക്കും. ആ ഫലം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് തൃപ്തി. അതായത് അതുപോലെ തന്നെ ആണ്ടവർ നമ്മൾ ഫലം കാണുമ്പോൾ ആണ്ടവർക്ക് സന്തോഷം വരും. നമ്മളൊരു മരം നടുമ്പോൾ നമുക്ക് ആ മരത്തിൽ ഫലം കായ്ക്കുമ്പോൾ നമുക്ക് എന്നാ വരും? സന്തോഷം വരും. അതേപോലെ തന്നെ ആണ്ടവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ നമ്മൾ ഫലം കറണം. അത് എപ്പോഴാണ്? പരിജ്ഞാനത്തിൽ വളരണം. അത് നമ്മൾ ആണ്ടവരുടെ പരിജ്ഞാനത്തിൽ വേണം വളരാൻ. അതായത് ആ പരിജ്ഞാനത്തിൽ വളരുമ്പോൾ താൻ ആ ഫലത്തിന് പ്രയോജനം കിടക്കും, അല്ലെങ്കിൽ ആ ഫലത്തിന് പ്രയോജനം കിടക്കാതെ. അതുകൊണ്ട് ഇങ്ങനെ പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും. ഇനി നമ്മൾ അത് മറ്റുമല്ല, സഹിഷ്ണുതയാൽ നമുക്ക് വരുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അതെല്ലാമേ സഹിക്കാനുള്ള സഹിഷ്ണുത എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴേ ചൊല്ലാൻ പറ്റും. നമ്മൾ ഈ മരം നടുമ്പോൾ എന്നാ പറ്റും? വെയിലത്ത് നിൽക്കുക.
നല്ല വെയിൽ കിടക്കും, നല്ല മഴ കിടക്കും. ഇതിലൊന്നും വാടിപ്പോവാതെ വീണു പോവാതെ അത് നിലനിൽക്കണം. അപ്പടി നിന്നാൽ മറ്റും താൻ എന്നെ പറ്റും ഫലം കായ്ക്കും. ഇപ്പം കാറ്റ് വന്ന് അത് തട്ടിയപ്പോൾ അത് വീണ് പോയാൽ അത് ഫലം കായ്ക്കുമോ? അത് വെയിൽ വന്ന ചൂട് ജാസ്തി ആകുമ്പോൾ അത് തട്ടി ഇലയെല്ലാം വാടിപ്പോയാൽ അതിന് ഫലം കായ്ക്കുമോ? അതല്ല പെരിയ മഴ വന്നിട്ട് അതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാമേ പറിച്ച് അത് നശിപ്പിച്ചാൽ അത് ഫലം கிடைக்குമോ? നമ്മൾ എന്നാ പറയണം? ആണ്ടവരുടെ ജ്ഞാനത്തിൽ നമ്മൾ വളരണം. അന്നേരം വളരുമ്പോൾ എന്നെ പറ്റും ആ റൂട്ട് അല്ലെങ്കിൽ ആ വേര് എங்கே പോകണം? ഭൂമിയിലെ അടിയിലേക്ക് പോകണം. അതായത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് നമ്മൾ ചെല്ലണം. അപ്പടി ചെന്ന് കഴിഞ്ഞാലേ അതിനെ പ്രയോജനം കിടക്കുകയുള്ളൂ. അപ്പം താൻ ഫലം തരും. 11-ാം വാക്യത്തിൽ സകല സഹിഷ്ണുത നമുക്ക് വേണം. രണ്ടാമത്തെ ദീർഘക്ഷമ. അത് നമുക്ക് പെട്ടെന്ന് കോപം വരുന്ന രീതിയിൽ നമുക്ക് വരാതെ നമുക്ക് എന്നെ വേണം? ക്ഷമ. മറ്റുള്ളവരോട് ക്ഷമ കാണിക്കുന്ന രീതിയിൽ നമുക്ക് ആകേണ്ട കാര്യമുണ്ട്. അത് ദീർഘക്ഷമയ്ക്കായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിൽ ഒത്തുവണ്ണം അത് അവൻ്റെ ദീർഘക്ഷമ എത്രയും അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വം, അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വം, ആണ്ടവരുടെ മഹത്വം, ആണ്ടവരുടെ മഹിഷ എത്രയിരിക്കുമോ അത്രയും രീതിയിൽ നമ്മൾ എന്നെ വേണം? അതിന് തക്കവണ്ണം വേണം നമുക്ക് ഫലം കായ്ക്കേണ്ടത്. നമ്മൾ ആ സ്വഭാവം നമ്മുടെ മേൽ വേണം. എന്നാൽ അത് പൂർണ്ണ ശക്തിയോടെ പെടുമെന്നും അപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണ ശക്തിയോടെ ബലപ്പെട്ട് വരും. അതായത് നമുക്ക് ബലപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ സഹിഷ്ണുത വേണം, നമുക്ക് സന്തോഷം വേണം. നമുക്ക് അതാ നമ്മൾ മുന്നാടി പിന്നെയും വായിക്കുന്നു. നമ്മൾ ബലപ്പെടണം. 12-ാം വാക്യം വിശുദ്ധന്മാർക്കുള്ള വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും അത് മറ്റുമല്ല നമ്മൾ പ്രകാശം കൊടുക്കുന്നവരായിരിക്കണം. അതായത് ആ മരം പ്രകാശം കൊടുക്കുന്നു പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് നമ്മൾ ഇപ്പോഴും മനസ്സിലാം. ഒരു മരം നമ്മുടെ വീട്ടിൽ നിന്ന് നടുവാന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഓക്സിജൻ കിട്ടും, അതിൽ നിന്നും നമുക്ക് ഫലം കിട്ടും. അതുകൊണ്ട് നമ്മൾ കാർബൺ ഡയോക്സൈഡ് അത് പോയിടും. അതായത് എല്ലാം അത് ഒരു വിധത്തിൽ പ്രകാശം തരുമോ? നമുക്കൊരു അത് ഒരു തണലായി പ്രകാശം തരുന്ന ഒരു ഇതായിരിക്കണം. അന്നേരം ഇങ്ങനെ 12-ാം വാക്യത്തിൽ നമ്മളതാണ് നമ്മൾ വിശുദ്ധന്മാർക്കുള്ള വെളിച്ചം. അതായത് വിശുദ്ധന്മാർ, അതായത് അവരുടെ വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കണം. അതിന് പ്രകാശത്തിനായി നമ്മളെ പ്രാപ്തന്മാരാക്കണം. നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഫലം കായ്ച്ച് അത് ആണ്ടവർക്ക് പ്രയോജനമായി തീരുവാൻ തക്കോണം ഇടയാക്കണം. നമുക്ക് ഞാൻ എൻ്റെ വചനം ഞാൻ മുടിച്ചിടുക. സമയം എൻ്റെ മുടിച്ചാച്ച് ആണ്ടവർ നമുക്ക് ഈ വചനത്തിൽ നമുക്ക് പിന്നെയും ഒന്ന് വിസാരിച്ചിടാം. ആണ്ടവർ ഞാൻ ചൊല്ലിയ വാക്യം നിങ്ങൾ ഒന്നും കൂടെ വാസിച്ച് അത് പഠിച്ചിട്ട് അത് എന്നെ ആണ്ടവർ നമ്മളോട് സ്പേഷ്യണമെന്ന് നമ്മളും ഒന്ന് പാക്കുക. ആണ്ടവരുടെ ജ്ഞാനത്തിൽ ആത്മാവിൻ്റെ പ്രകാശത്തിൽ ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നവരായി തീരുവാൻ തക്കോണം നമ്മളെ ഓരോരുത്തരും ആണ്ടവർ സഹായിക്കുമാറാകട്ടെ. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.